തിലക് വർമ്മ പരിക്ക് മാറി തിരിച്ചെത്തുമോ? ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഒരുമിച്ച് വേൾഡ് കപ്പ് 11-ൽ സ്ഥാനം പിടിക്കുമോ? ഹായ്, നമസ്കാരം. എവർക്കും വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കാര്യവട്ടത്ത് നടന്ന കലാശക്കൊട്ടിൽ ഇഷാൻ കിഷന്റെ സെഞ്ചുറിയുടെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും ഹർദിക് പാണ്ഡ്യയുടെയും വെടിക്കെട്ട് മികവിൽ ഇന്ത്യ പടുത്തുയർത്തിയത് 275 റൺസ്. ഹർഷദീപ് സിംഗിന്റെ 5 വിക്കറ്റ് നേട്ടത്തോടെ ന്യൂസിലൻഡിന്റെ പടയോട്ടം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ജയിച്ചു കയറിയത് 46 റൺസിന്. ഏകദിന പരമ്പരയിലേറ്റ 2-1 പരാജയത്തിന് 4-1 കൊണ്ട് കണക്കുതീർത്ത ഇന്ത്യൻ ചുണക്കുട്ടികൾ. എന്നാൽ ന്യൂസിലൻഡിനെ വ്യക്തമായ ആധിപത്യത്തിൽ പരാജയപ്പെടുത്തിയിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ തൃപ്തരല്ല. എന്തുകൊണ്ട് തൃപ്തരല്ല? സഞ്ജു സാംസൺ ഒരൊറ്റ മത്സരത്തിൽ പോലും നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ സാധിച്ചില്ല എന്നതു തന്നെയാണ് അതിൻ്റെ കാരണം. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ, പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ആരാധകർ ആഗ്രഹിച്ചിരുന്ന ഒരു ഇന്നിങ്സ് പോലും സഞ്ജു സാംസണ് കളിക്കാൻ സാധിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏതൊരു കളിക്കാരനും സംഭവിക്കാവുന്ന ഒന്നു തന്നെയാണ് സഞ്ജു സാംസണും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ചും ഇന്ത്യൻ ബൗളിംഗ് കോച്ചുമെല്ലാം ഇപ്പോഴും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പോലും മികച്ച പിന്തുണയാണ് സഞ്ജു സാംസണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടക്കാണ് സോഷ്യൽ മീഡിയകളിൽ കൂടി സഞ്ജു സാംസണ് ടൈമിങ്ങും ഫുട്വർക്കും എല്ലാം പഠിപ്പിക്കാൻ കുറച്ച് ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. അയാളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് അയാൾ ഇന്ത്യൻ ടീമിൽ എത്തിപ്പെട്ടത്. ആർക്കും ഒരു തർക്കവുമില്ല. സ്ഥിരതയാർന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ടീം സ്ക്വാഡിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ ഈ പറയുന്ന ആരെയും സംസാരിക്കാൻ കണ്ടിട്ടില്ല. ടീമിൽ ഇടം പിടിച്ചപ്പോഴും അയാൾക്ക് ഇഷ്ടപ്പെട്ട പൊസിഷൻ അയാളിൽ നിന്ന് അടർത്തി എടുക്കപ്പെട്ടപ്പോൾ അതിനെയും ചോദ്യം ചെയ്യാൻ ഈ പറയുന്ന ആരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ പറയുന്നത് സഞ്ജു സാംസൺ 11-ൽ പോയിട്ട് ബെഞ്ചിൽ പോലും ഇരിക്കാൻ അർഹതയില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ തള്ളിവിടുന്നത്. വീണ്ടും പറയട്ടെ, നിങ്ങളോട് സഹതാപം മാത്രം. കാരണം അയാൾ ഒറ്റക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ്. ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും സഞ്ജു സാംസൺ ഫോമിലേക്ക് തിരിച്ചെത്തും. അതിനുള്ള ഗഡ്സ് സഞ്ജു സാംസണുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെക്കാം, ഇത് പിൻ ചെയ്തു വെക്കാം. വേൾഡ് കപ്പ് 11-ലും സഞ്ജു സാംസണ് കളിക്കാൻ ഇനിയും സാധ്യതകളുണ്ട്. കാരണം ചർച്ചകൾ ഇപ്പോൾ സഞ്ജു സാംസൺ 11-ൽ പോലും ഇനി ഉണ്ടാകില്ല എന്നാണ്. കാര്യവട്ടത്ത് നടന്ന മത്സരത്തിൽ വിക്കറ്റ് കീപ്പറായിട്ടാണ് സഞ്ജു സാംസൺ ഉൾപ്പെടുത്തിയത്. പക്ഷേ ഇന്ത്യ ഫീൽഡിൽ വന്നപ്പോൾ സഞ്ജു സാംസണിൽ നിന്ന് ഇഷാൻ കിഷന് വിക്കറ്റ് കീപ്പർ സ്ഥാനം കൈമാറി. വേൾഡ് കപ്പ് 11-ൽ ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇനി വേൾഡ് കപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. തിലക് വർമ്മ തിരിച്ചെത്തും. തിരിച്ചെത്തിയാൽ ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഒരുമിച്ച് 11-ൽ കളിക്കുക സാധ്യമല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ മറ്റു പല സാധ്യതകളും തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു സത്യമാണ്. തിലക് വർമ്മ പരിപൂർണ പരിക്കിൽ നിന്ന് മോചിതനായ ആദ്യ മത്സരം മുതൽ 11-ൽ ഉണ്ടാകുമെന്നത് ഇതുവരെ ഉറപ്പായിട്ടില്ല. ഇന്ത്യക്ക് ആദ്യ മത്സരമുള്ളത് ഫെബ്രുവരി 7-നാണ്. എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ തിലക് വർമ്മയെ ഉൾപ്പെടുത്തും എന്നുള്ളത് സാധ്യത വളരെ കുറവാണ്. ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരത്തിലെ ഒരു 11 തന്നെയായിരിക്കും വേൾഡ് കപ്പിലും ആദ്യ മത്സരത്തിൽ ഉണ്ടാവുക എന്നു തന്നെയാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇഷാൻ കിഷൻ മികച്ച ഫോമിലാണ്. അതുകൊണ്ട് അയാൾ ആ 11-ൽ ഉണ്ടാകുമെന്നതിൽ ഒരു തർക്കവുമില്ല. തിലക് വർമ്മ പരിക്ക് മാറി ആദ്യ മത്സരത്തിൽ തന്നെ 11-ൽ സ്ഥാനം പിടിച്ചാൽ പോലും സഞ്ജു സാംസണും ഇഷാൻ കിഷനും ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ശിവം ദൂബെ, ഹർദിക് പാണ്ഡ്യ തുടങ്ങി ഓൾറൗണ്ടർമാരാണ്. തീർച്ചയായും 2020-ൽ 4 ഓവറുകൾ എറിഞ്ഞു പോകാൻ കഴിവുള്ള, അതിന് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കളിക്കാർ തന്നെയാണ്. ബൗളർമാരായിട്ട് ഹർഷദീപ് സിംഗും ബുംറയും വരുൺ ചക്രവർത്തിയും ഉണ്ടാകും. സ്പിന്നിനെ തുണക്കുന്ന പിച്ചാണെങ്കിൽ 1-2 ഓവറുകളിൽ എറിയേണ്ട ഘട്ടം വരുന്ന സമയത്ത് പരീക്ഷിക്കാൻ അഭിഷേക് ശർമ്മയും 11-ൽ ഉണ്ട്. എന്നതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനും സഞ്ജു സാംസണും തിലക് വർമ്മക്കൊപ്പം ഒരുമിച്ച് 11-ൽ ഇടം പിടിച്ചാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് സഞ്ജു സാംസൺ ഫോമിൽ എത്തിയില്ല എന്നതുകൊണ്ട് അയാളുടെ സ്ഥാനം കഴിഞ്ഞു, 11-ൽ പോയിട്ട് ബെഞ്ചിലിരിക്കാൻ പോലും യോഗ്യതയില്ല എന്ന് പറയുന്നവരോട് ഒരൊറ്റ ഇന്നിങ്സ് മതി അയാൾക്ക് തിരിച്ചു വരാൻ. ഈ ഫീൽഡിൽ പിടിച്ചു നിന്നത് അത് സഞ്ജുവിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. അയാളുടെ ആ കഴിവുകൾ ഇനിയും നമുക്ക് കാണാൻ അവസരമുണ്ട്. നിങ്ങൾ കാത്തിരിക്കുക. വേൾഡ് കപ്പ് 11-ൽ അയാളുണ്ടാകും. അയാളുടെ
അത്യുജ്വല പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ഒരു സംശയം വേണ്ട. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ഗുഡ് ബൈ.